And may Allah subhanahu wa ta'ala support them, help them, be with them. And by all means, I'm willing to help you. I'm very happy to help you. If you need my help, contact your representative. I give him my business card, or any of the audience who knows me. And if you have anything in your mind that you can lift our standard up, by all means, let me know. Again, thank you very much for giving me this opportunity to talk to you. Jazakumullahu khairan, and I wish you all the best. Wassalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum. Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Sayyidina Muhammadin wa alihi wa sahbihi ajma'in. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu amma ba'd. പ്രിയമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, സുന്നി വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ അണ്ണമായ നിഅമത്ത് കൊണ്ട് നമ്മുടെ പരിപാടി വളരെ വിജയിച്ചു. ഇവിടെ നമ്മൾ കണക്കാക്കിയിലേറെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ നിഅമത്ത് കൊണ്ട് ഇവിടെ കൂടി കിട്ടി. ഈ സമയത്ത് നമ്മൾ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയേണ്ട സമയം. നമ്മൾ പരിപാടി വിജയിച്ചതുകൊണ്ട് നമ്മൾക്കൊരു ഉജ്ബ് തോന്നരുത്, ഇത് നമ്മളെ കഴിവാണെന്ന്. കൂടുതൽ കാര്യങ്ങൾ വിജയിക്കുമ്പോൾ അതിന് ഐന് ഹസദ് പോലത്തെ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്തും. ആ ഐന് വരാതിരിക്കാനും മാഷാ അല്ലാഹു കൊണ്ട് സമാധാനിക്കുക, അത് അല്ലാഹു തആലാന്റെ കഴിവാണ്. അല്ലാഹു ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾക്ക് ഇത് സാധിച്ചത് എന്നതെപ്പോഴും ഓർക്കുക. നമ്മളെ വലിപ്പം കൊണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ കഴിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോടടുപ്പിച്ച് 6 ദിവസം മുമ്പാണെന്ന് പറയുന്നു. സഹാബത്തിൽ നിന്ന് പരിചയക്കാരെ ആയിഷ റളിയല്ലാഹു തആല അന്നൻ്റെ റൂമിലേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണിന്ന് വെള്ളമൊലിപ്പിച്ച് അവരോട് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്തിനെ തരട്ടെ, തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ വൽ-ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇത് പരലോക വീട്, സ്വർഗ്ഗസുഖം എന്നത് ആർക്കാണ്? ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി, ഭൂമിയിൽ മേന്മ ഉദ്ദേശിക്കാത്ത കൂട്ടർക്ക്, ഫസാദ് ഉദ്ദേശിക്കാത്ത കൂട്ടർക്ക്. അപ്പം നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മളെ കൊണ്ട് കഴിവിൻ്റെ അപ്പുറം നമ്മൾ ജനങ്ങൾക്ക് സലാഹിനെ ഉദ്ദേശിക്കുക. ഒരു നിരക്കുള്ള ഫസാദ് നമ്മളെ കൊണ്ട് ഇവിടെ ഉണ്ടാകാതിരിക്കുക, നമ്മളൊരു മേന്മ തടിക്കാതിരിക്കുക. എപ്പോഴും നമ്മളെക്കാൾ പ്രായം അധികരിച്ച ആളുകൾ മൻ സബഖക ബിയൗമിൻ സബഖക ബിഇൽമിൻ എന്ന അടിസ്ഥാനത്തിൽ പ്രായം അധികരിച്ച കൂട്ടക്കാർ നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ച മല്ലാന്മാരാണെങ്കിൽ അവരെയും നമ്മൾ ബഹുമാനിക്കണം. അവരെടുത്ത് നമ്മളെക്കാൾ ഇൽമുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അവർക്ക് പരിചയം കൊണ്ടുള്ള അറിവുണ്ടാവും, നമ്മളെക്കാൾ മുമ്പ് കേട്ട അറിവുണ്ടാവും. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മളെ നേതാക്കളായ കൂട്ടക്കാരോട് നമ്മൾ കാര്യങ്ങളൊക്കെ മുഷാവറ ചെയ്യുക. അങ്ങനെ നല്ല നിലക്ക് നമ്മളെ നഫ്സിനിക്ക് നമ്മൾ വലിയൊരു കഴിവൊന്നും നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉയരും. ഒതുന്ന പീക്ക ആദിമൻ നീസാബി വൈന്ദ സിർക സാഹിബിൻ ഔസാബിന. നമ്മളെത്ര പഠിച്ച് വലുതായാലും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ദിനം പ്രതി നമ്മൾ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുക. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, ഇൽമു കിട്ടൽ അധ്വാനിച്ച് പഠിക്കൽ കൊണ്ടാണ് എന്ന് ആ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. എന്നിട്ട് എല്ലാ സമയത്തും ഒരു സമയം നമുക്ക് വെറുതെ പോകരുത്. ഒരു സമയത്തിന് മുത്തബരീതിൽ പറഞ്ഞ് ലാത്തുകയി ഒക്തം പിന്നെ ഔക്കാത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൽ നിന്ന് ഒരു സമയം നീ വെറുതെ കളയരുത്. എല്ലാ സമയവും ഒരു നല്ല അറിവ് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കണം. വെറുതെ നടന്നിട്ട് നമ്മളെ സമയത്തിന് നമ്മൾ ചിലവാക്കാൻ പാടില്ല. നല്ല മുന്തിയ സമയങ്ങൾ നമ്മൾ ഏത് അറിവ് പഠിക്കുന്ന കൂട്ടർ, ദീനിയായ അറിവ് പഠിക്കുന്ന കൂട്ടരാണെങ്കിലും ലൗകികമായ അറിവ് പഠിക്കുന്ന കൂട്ടരാണെങ്കിലും ആ പഠിക്കുന്ന കാര്യം ശരിക്കും നന്നായി പഠിക്കണം.
നമ്മൾ ദീനിയായ അറിവ് ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ പേച്ചു പോയാൽ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും, ഫത്വ കൊടുക്കേണ്ടി വരും. അപ്പോൾ വയസ്സിൽ എണ്ണപ്പെടുന്ന സമയം വെറുതെ കളയാന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാ നിലക്കും നമ്മൾ ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന ശരിയായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഉൾക്കൊള്ളാനും വേണ്ടിയായിരിക്കണം നമ്മളെ ജീവിതം മുഴുവനും. നമ്മളെ നേതാവായ താജുൽ ഉലമ അവസാനം പറഞ്ഞു കേട്ടോ, ഇന്ന സലാത്തി വനുസുക്കി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ജീവിതമാണ് തങ്ങൾ പാപ്പാൻ്റെ ജീവിതം. എപ്പോഴാണ് ഏത് സുഖഞ്ഞെങ്കിലും വേണ്ടില്ല ദീനിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ നേതാക്കളാണല്ലോ നമ്മളെ മാതൃക. അപ്പം നമ്മളെ ജീവിതം അങ്ങനെ ആകണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن هدى الله هو الهدى ولئن اتبعت കേരളത്തിലെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കാലിക പ്രാധാന്യമുള്ള ഒരു പുതിയ മുദ്രാവാക്യം ചർച്ച ചെയ്യുകയാണ്. സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന ഈ പുതിയ സന്ദേശത്തിന് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമുണ്ട്. SSFI മുദ്രാവാക്യവുമായി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ അല്ല ചില രാഷ്ട്രീയ സംഘടനകളിലെ നേതാക്കൾ പോലും ഈ പുതിയ മുദ്രാവാക്യം അറിഞ്ഞോ അറിയാതെയോ മുഴക്കാൻ നിർബന്ധിതരായി. മാത്രവുമല്ല, ഈ പ്രമേയം കേരളത്തിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആവശ്യവും അതാണ്. സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന ഈ ശബ്ദത്തിന് പിന്നിൽ 3 ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അത് 3ഉം നേടിയെടുക്കുവാനുള്ള ഒരു പ്രതിജ്ഞയാണ് കർമ്മബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. കാരണം വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ വകതിരിവ് എത്തിയിട്ടില്ലാത്ത ചെറിയ കുട്ടികളല്ല, മറിച്ച് 9 വയസ്സ് മുതൽ ആരംഭിക്കുന്ന യുവത്വത്തിന്റെ ഊർജമാണ് SSFന്റെ പ്രവർത്തകന്മാരിലൂടെ ഈ രാജ്യം ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി, സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുമ്പോൾ ഡിസഗ്രി ചെയ്യുകയാണ്, വിസമ്മതമാണ്. സമ്മതിക്കുവാൻ ഒരു പ്രയാസവുമില്ല. ഒഴുക്കിന് അനുകൂലമായി കിടന്നു കൊടുക്കുക എന്നത് വളരെ സൗകര്യമുള്ള ഒരു ഏർപ്പാടാണ്. ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് അനിവാര്യമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സാമ്രാജ്യത്വം ഈ ലോകത്ത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് അധിനിവേശ ശക്തികൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇന്ത്യയെ ഛിദ്രിപ്പിക്കുക എന്നതാണ്. ഇന്ത്യ വിവിധ മതസമുദായങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഈ കൂട്ടായ്മയെ തകർക്കുവാൻ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയെ തകർക്കുവാൻ ഏതെങ്കിലും വൈദേശിക ശക്തി ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമത്തെ ധീരമായി പരാജയപ്പെടുത്തുക എന്ന പാരമ്പര്യം ഈ കേരളത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു ജനസമൂഹം സുന്നി സമൂഹം മാത്രമാണ്. കാരണം അതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശേഷിച്ച് മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനപൂർവം പലതും അയവിറക്കാൻ കഴിയും. ഈ ജില്ലയുടെ ഒരറ്റത്താണ് സ്വാതന്ത്ര്യ സമര പോരാളിയായ സുന്നി പണ്ഡിതന്മാരുടെ നേതാവായ ബഹുവന്യരായ വെളിയങ്കോട് ഉമർ ഖാദി
റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത്. മമ്പുറത്ത് തങ്ങൾ ഏറ്റെടുത്ത ദീപശിഖ ഈ മലപ്പുറം ജില്ലയിലെ ധാരാളം ഉലമാക്കൾ ആ വഴിയെ നടന്നു നീങ്ങിയത് ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷ ഓർത്തുകൊണ്ടാണ്. രാഷ്ട്രത്തിന്റെ സുരക്ഷ അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ജാതിയുടെയും മതത്തിന്റെയും വിവേചനങ്ങൾക്ക് അതീതമായി തന്നെ